ടെഹ്റാനെ ദഹിപ്പിക്കും, കത്തിക്കും എന്നൊക്കെ ഇസ്രായേലിന്റെ നേതാക്കൾ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആണവായുധം മുമ്പിൽ കണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ ഇവരുടെ ഭീഷണികളും മറ്റും, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണികളും മറ്റും. നമുക്കറിയാം, ഇസ്രായേൽ ലോകത്തിലെ ഒരു ആണവ രാജ്യമാണ്, പ്രഖ്യാപിതമായിട്ടുള്ള ആണവ രാജ്യമാണ്. 90 അണുബോംബുകളാണ് ഇസ്രായേലിന്റെ അടുത്തുള്ളത്. ഇതിൽ 2 മാത്രം മതി ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ. ഇറാന്റെ എയർ സ്പേസിന് ഫുൾ കൺട്രോൾ പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ. ഇറാന്റെ ആകാശത്തിന്റെ നിയന്ത്രണം ഇനി ഇസ്രായേൽ ആയിരിക്കുമെന്നും പ്രഖ്യാപനം. ഇറാനിൽ പരക്കെ ഇസ്രായേൽ എയർ സ്ട്രൈക്ക്. ജൂത ബോംബാക്രമണത്തിൽ കിതച്ചും തളർന്നും ഇറാനും ഖൊമേനിയും. ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക്. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് നിർണായകമായിട്ടുള്ള ഇസ്രായേലിന്റെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇറാന്റെ ആകാശം ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നാണ്. അത് പൂർണ്ണമായിട്ടും ഇനി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നുമാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഒരു ക്ലെയിം വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ ഇറാന്റെ മുകളിൽ ഇസ്രായേൽ ഒരു നിർണായകമായിട്ടുള്ള വിജയം കൈക്കലാക്കിയിരിക്കുന്നു എന്ന് പറയാം. ഇസ്രായേലിന്റെ പ്രഖ്യാപനം ശരിയാണ് എങ്കിൽ ഈ യുദ്ധത്തിൽ ആദ്യം തന്നെ ഇസ്രായേലിന് തന്നെയായിരുന്നു വിജയം. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കുകയും ആണവശാലകളെല്ലാം ഭസ്മമാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെ മുഴുവൻ വധിച്ചു കളഞ്ഞു ഇസ്രായേൽ. ഏകദേശം 9ഓളം ആറ്റം ബോംബുകൾ ഉണ്ടാക്കുവാനുള്ള ഫാക്ടറികളും അതിൻ്റെ ശാലകളുമെല്ലാം ഇസ്രായേൽ ദഹിപ്പിച്ചു കളയുകയായിരുന്നു. മാത്രമല്ല, ടെഹ്റാനിലെ സൈനിക ക്യാമ്പ്, എണ്ണപ്പാടങ്ങൾ എല്ലാം ഇസ്രായേൽ കത്തിച്ചു. 1000-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ച ആയുധ ശേഖരം നശിപ്പിച്ചു. ഇപ്പോൾ നിർണായകമായിട്ടുള്ള മറ്റൊരു വിജയം കൂടെ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ ആകാശത്ത് ചെന്ന് അതിനെ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോൾ ഒരു പരമാധികാര രാജ്യത്തിൻ്റെ ആ അധികാരം തന്നെയാണ് അതിൻ്റെ ശത്രു രാജ്യം കരസ്ഥമാക്കിയിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇറാന്റെ ഒരു ഭാഗം, ഇറാന്റെ ആകാശം ഇസ്രായേൽ കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ അത് ഗാസ പോലെയുള്ള ഒരു അധിനിവേശം ഇറാന്റെ എയർ സ്പേസിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്നു. ഇറാന്റെ ആകാശം ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിടിച്ചെടുത്തു എന്നുള്ളതാണ് പ്രഖ്യാപനം. ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പുതിയ യുദ്ധവാർത്ത. ഇറാന്റെ ആകാശത്ത് ഇറാന് പോലും ഇനി ഒരു വിമാനം പൊക്കണമെങ്കിൽ ഇസ്രായേലിന്റെ ആവശ്യം അല്ലെങ്കിൽ ഇസ്രായേലിന്റെ സമ്മതം വേണം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു. എന്ത് രീതിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു പിടിച്ചെടുക്കൽ എന്നത് വ്യക്തമല്ല. ഏത് രീതിയിലാണ്, ഏത് ടെക്നോളജി ഉപയോഗിച്ചാണ് ഇറാന്റെ ആകാശം പിടിച്ചെടുത്തത്, എങ്ങനെ ഇസ്രായേൽ അവിടെ അധികാരം സ്ഥാപിക്കും എന്നൊന്നും വ്യക്തമല്ല. മാത്രമല്ല, ഇസ്രായേൽ സൈന്യം പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിന് മുകളിൽ ഇനി ആരും പറക്കില്ല. ഇവിടുത്തെ എയർ സ്പേസ് പൂർണ്ണമായിട്ടും ഇസ്രായേൽ കൈവശപ്പെടുത്തി. ഇസ്രായേലിന്റെ പരിപൂർണ നിയന്ത്രണത്തിലാണ് ഇറാന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ടെഹ്റാന്റെ മുകളിലുള്ള ആകാശം. ഇറാന്റെ നിർണായകമായിട്ടുള്ള സ്വത്തുക്കളും അസ്തിത്വവും എല്ലാം ഇതിന്റെ കീഴിലാണ്. ഈ ആകാശത്തിന്റെ ടെഹ്റാനിലാണ് ഇറാന്റെ തലസ്ഥാനം, നിയമനിർമ്മാണ മന്ദിരം, മോസ്കുകൾ, ഖൊമേനിയുടെ ആസ്ഥാനം, പ്രസിഡന്റ് ഹൗസ്, പട്ടാള ക്യാമ്പ്, അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചെടുത്തു എന്ന് പറയുന്ന ടെഹ്റാന്റെ ആകാശത്തിന് കീഴിലാണ്. ഈ ആകാശം പിടിച്ചെടുത്ത് ഇസ്രായേൽ കൂടുതൽ മേഖലയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കും എന്നുള്ളതാണ് കരുതേണ്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ റഷ്യൻ പ്രസിഡന്റ് തന്നെ ഇറാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇത് വലിയ വിനാശകരമായിട്ടുള്ള, ഇറാന് പതനമുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന്. മാത്രമല്ല, ഈ യുദ്ധത്തിന്റെ അല്ലെങ്കിൽ ഗാസ യുദ്ധത്തിന്റെ തുടക്കമാണ് ഈ വിഷയങ്ങളുടെ എല്ലാം കാരണം. ഈ വിഷയങ്ങളെല്ലാം ഹമാസ് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കയറി 1200 പേരെ കൂട്ടക്കൊല നടത്തിയപ്പോൾ മുതലാണ് യുദ്ധം തുടങ്ങിയത്. ആ യുദ്ധത്തിന്റെ ഇന്ന് 619ാമത്തെ ദിവസമാണ്. ഈ 619ാമത്തെ ദിവസം ഗാസയും കടന്ന് ലെബനോനിന്റെ നല്ലൊരു ഭാഗവും ഇസ്രായേൽ പിടിച്ചെടുത്ത്, അതുപോലെ സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ചെടുത്ത് ലെബനോനിനെയും സിറിയയും എല്ലാം ഇസ്രായേൽ മെരുക്കി അല്ലെങ്കിൽ ഒരു വിധത്തിൽ നിർത്തിയിട്ട് ഇപ്പോൾ ഇറാനിലേക്ക് അവരുടെ അധിനിവേശം വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എവിടെ എത്തും എന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും ഇസ്രായേൽ വ്യക്തമാക്കുന്നത്, ഇനി ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ വിട്ട് ഒരാക്രമണം നടത്തിയാൽ ടെഹ്റാനെ കത്തിച്ചു കളയും. ടെഹ്റാന്റെ മുകളിലുള്ള ആകാശം പൂർണ്ണമായിട്ട് ഞങ്ങൾ കൈവശപ്പെടുത്തി. ടെഹ്റാനെ ദഹിപ്പിച്ച് കളയുവാനുള്ള ശക്തി ഇപ്പോൾ ഞങ്ങൾക്ക് കൈവന്നിരിക്കുകയാണ്. മാത്രമല്ല, ഈ യുദ്ധലക്ഷ്യങ്ങളിൽ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനം ഇറാനിലെ നിലവിലുള്ള ഈ മതഭരണകൂടം തകർക്കുക എന്നുള്ളതാണ്. മതപരമായിട്ടുള്ള
സ്പർദ്ധയും മതവർഗീയതയും തന്നെയാണ് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വളരെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് ആയുധവും ഫണ്ടും കൊടുത്ത് ജൂതരാജ്യത്തെ ഇല്ലാതാക്കുവാനുള്ള പ്രഖ്യാപിതമായിട്ടുള്ള ഒരു നയമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഒരു നിരീക്ഷകന്റെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ കാലത്ത് ക്രിസ്ത്യാനികളെയും ജൂതരെയും മിഡിൽ ഈസ്റ്റിൽ നിന്നും നാടുകടത്തണം, ഓടിക്കണം എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോഴും അതിന്റെ ചില പുകപടലങ്ങൾ ഇപ്പോൾ മറ്റ് വിഭാഗക്കാർക്ക് മേലെ ഉയരുന്നതിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ്. മതപരമായിട്ടുള്ള രീതിയിൽ മതവർഗീയതയും അല്ലെങ്കിൽ ഭീകരതയും ഇസ്രായേലിന് മേലെ ഇറാന്റെ ഒരു പ്രവർത്തനമായിട്ട് വന്നു ഭവിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടിയാണ്, നിലനിൽപ്പിനുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ഇറാന്റെ സൈനിക താവളങ്ങളും ആണവശക്തികൾ മേഖലയും നശിപ്പിച്ച് ഇപ്പോൾ ഇറാന്റെ തലസ്ഥാന നഗരിയായ ആകാശം വരെ കീഴടക്കി ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നിൽക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇറാനിൽ നിന്ന് ബാലിസ്റ്റിക് മിസൈൽ വീണ്ടും ടെൽ അവീവിനെ ലക്ഷ്യമാക്കി പറന്നു. ടെൽ അവീവിൽ നാശനഷ്ടങ്ങൾ വീണ്ടും ഉണ്ടാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം ഈ യുദ്ധം അവരുടെ നിലനിൽപ്പിന്റെ നിലനിൽക്കണോ വേണ്ടയോ എന്നുള്ളതിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. യുദ്ധം ഒഴിച്ചുകൂടാനാവാത്ത ഒരു സാഹചര്യം ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ മതഭരണകൂടം അല്ലെങ്കിൽ ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഈ സംവിധാനം തകർന്നു പോകും. ഇറാനിൽ ഒരുപക്ഷെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും, ആളുകളെല്ലാം സ്വാതന്ത്ര്യത്തിലേക്ക് വരും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇത് സുവർണാവസരമാണ്, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. സ്ത്രീ സ്വാതന്ത്ര്യം, പർദ്ദയില്ലാത്ത ഒരു സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വിമുക്തമായി ഒരു ലിബർട്ടി അല്ലെങ്കിൽ ഒരു ലിബറേഷൻ മൂവ്മെന്റ്, ഇതിനൊക്കെയുള്ള ഏറ്റവും സുവർണാവസരമാണ്. അതുകൊണ്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇറാനിലെ ജനങ്ങൾ പുറത്തു വരണം, ഈ സമയം വളരെ നിങ്ങൾ ഉപയോഗിക്കണം, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇറാനിലെ ഭരണകൂടത്തെ മാറ്റും, മതഭരണത്തെ ഇല്ലാതാക്കും എന്നാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ടെഹ്റാനെ ദഹിപ്പിക്കും, ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനെ ദഹിപ്പിക്കുമെന്ന് നിരവധി തവണ ഇസ്രായേലിന്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ അർത്ഥം? ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, അദ്ദേഹത്തിന്റെ പേര് തന്നെ, പ്രതിരോധ മന്ത്രിയുടെ പേര് തന്നെ ദേശീയതയിൽ മൂത്ത് വിളഞ്ഞ ജൂതന്റെ പേരാണ്, ഇസ്രായേൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ, കാറ്റ്സ്, ഇസ്രായേൽ കാറ്റ്സ്. ദഹിപ്പിക്കും, ടെഹ്റാനെ ദഹിപ്പിക്കും എന്നാണ് പറഞ്ഞത്. ഇറാനെ മാറ്റിമറിക്കും എന്ന് നെതന്യാഹു പറഞ്ഞു. ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ ആകാശം പിടിച്ചെടുത്തതിന് ശേഷം ഇസ്രായേലിന്റെ പ്രതിരോധ സേന പറയുന്നത് ഇനി ഒരു മിസൈൽ ആക്രമണം ഇസ്രായേലിലേക്ക് വന്നാൽ ടെഹ്റാനെ ദഹിപ്പിച്ചു കളയും, ടെഹ്റാനെ കത്തിച്ചു കളയും എന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സേന പറഞ്ഞിരിക്കുന്നത്. ഇത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, പ്രതിരോധ മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇതാ ഇസ്രായേലിന്റെ സൈന്യം തന്നെ പറയുകയാണ്. ഇതിന്റെ അർത്ഥം ഇസ്രായേൽ ടെഹ്റാന് മേലെ ഒരു ആണവായുധം പ്രയോഗിക്കുമോ? നിലനിൽപ്പിനുള്ള യുദ്ധമാണ് രണ്ട് രാജ്യങ്ങൾക്കും. ഈ യുദ്ധം ഇല്ലായിരുന്നുവെങ്കിൽ 100% ജൂതരെല്ലാം മരിച്ചു പോകുമായിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇറാൻ അണുവായുധമുണ്ടാക്കി ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ഇസ്രായേലിലെ ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുമായിരുന്നു. നിലനിൽപ്പിനായിട്ടുള്ള ഒരു യുദ്ധം എന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഇറാനെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ മതഭരണം നിലനിർത്തുക, ആയത്തുള്ള ഖൊമേനി അധ്യക്ഷനായിട്ടുള്ള ആ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള ആ സംവിധാനം നിലനിർത്താനുള്ള വലിയ പോരാട്ടത്തിലാണ് ഇറാനും. നിലനിൽപ്പിനായിട്ടുള്ള യുദ്ധമായി മാറിയിരിക്കുന്നു രണ്ട് രാജ്യങ്ങൾക്കും. അതുകൊണ്ട് തന്നെ അവസാനം അണുവായുധമില്ലാത്ത ഇറാനിലേക്ക് ടെഹ്റാനെ ദഹിപ്പിക്കും, കത്തിക്കും എന്നൊക്കെ ഇസ്രായേലിന്റെ നേതാക്കൾ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആണവായുധം മുമ്പിൽ കണ്ടായിരിക്കില്ലേ ഒരുപക്ഷെ ഇവരുടെ ഭീഷണികളും മറ്റും, ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുള്ള ഭീഷണികളും മറ്റും. നമുക്കറിയാം ഇസ്രായേൽ ലോകത്തിലെ ഒരു ആണവ രാജ്യമാണ്, പ്രഖ്യാപിതമായിട്ടുള്ള ആണവ രാജ്യമാണ്. 90 അണുബോംബുകളാണ് ഇസ്രായേലിന്റെ അടുത്തുള്ളത്. ഇതിൽ 2 മാത്രം മതി ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുവാൻ. അതിൽ ചെറിയ 1 മാത്രം മതി ടെഹ്റാനെ കത്തിക്കുവാൻ. ആണവ ആയുധം മാത്രമാണ് ഇത്തരം രീതിയിൽ ഇസ്രായേൽ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തവും അതുപോലെ നടപ്പാക്കുകയുമാണ് എങ്കിൽ, അവർ പറയുന്നതിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളുകയാണെങ്കിൽ, അണുവായുധം കാട്ടിയുള്ള ഭീഷണിയാണ് ടെഹ്റാന് മേലെ. ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാന് മേലെ ഇപ്പോൾ ആകാശം പിടിച്ചെടുത്ത് താഴെ കത്തിക്കും എന്ന് പറയുമ്പോൾ
90 അണുവായുധങ്ങൾ, ആറ്റം ബോംബുകൾ ഇരിക്കുന്ന ഇസ്രായേൽ അതിൽ ചിലതൊക്കെ ടെഹ്റാനിൽ ഉപയോഗിക്കുവാനുള്ള നിവൃത്തിയില്ലെങ്കിൽ ജൂതൻ അത് ചെയ്യും എന്നുള്ളത് ജൂതന്റെ മനസ്സറിയുന്നവർ, ഇസ്രായേലിനെ അറിയുന്നവർ, ജൂതന്റെ കരുത്തരെ അറിയുന്നവർ, ലോകത്ത് രാജ്യമില്ലാതെ ചെതറി നടന്ന ഹിറ്റ്ലർ ചെതറിച്ച അതിനുശേഷം വീണ്ടും സംയോജിച്ച് ഒരു രാജ്യമായി തീർന്ന ആ കെട്ടുറപ്പ് അറിയാവുന്നവർ, ഈ കടുക് പോലുള്ള രാജ്യം മിഡിൽ ഈസ്റ്റിനെയും ലോകത്തെ മുഴുവൻ വിറപ്പിച്ചു നിർത്തുന്ന ശക്തി അറിയാവുന്നവർ, അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേലിന്റെ ഈ കത്തിക്കും എന്നുള്ള പ്രഖ്യാപനത്തിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ചില അജണ്ടകളും ലക്ഷ്യങ്ങളും ടെഹ്റാന്റെ മേലെ ഉണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ടെഹ്റാന്റെ ആകാശം പൂർണ്ണമായിട്ടും ഇസ്രായേൽ കൈയടക്കിയിരിക്കുന്നത്. എന്ത് സംഭവിക്കും എന്ന് വരും മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.